ഹായ് എവരി വൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഐ ആം യുവർ എസ് ആൻ്റണി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ സാമ്പത്തിക കാര്യങ്ങളിൽ പ്രാപ്തരാക്കാം എന്നതിനെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ കുട്ടികളുടെ പഠനത്തിനും മറ്റ് കഴിവുകൾക്കും പ്രാധാന്യം കൊടുക്കുമ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങൾ അവഗണിക്കാറുണ്ട്. എന്നാൽ ഒരു നല്ല ഭാവിക്ക് സാമ്പത്തികപരമായ അറിവ് അത്യാവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ സാമ്പത്തികപരമായി സാക്ഷരരാക്കാൻ സഹായിക്കുന്ന ചില പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ പല കാര്യങ്ങളും ഇതിലുണ്ടാകും. ആദ്യമായി വളരെ ചെറിയ കുട്ടികൾക്ക്, അതായത് 3 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളെ എങ്ങനെ പണത്തെക്കുറിച്ച് പഠിപ്പിക്കാമെന്ന് നോക്കാം. ഈ പ്രായത്തിൽ അവർക്ക് പണത്തിന്റെ മൂല്യം കൃത്യമായി മനസ്സിലാക്കണമെന്നില്ല. പക്ഷേ ലളിതമായ ചില കാര്യങ്ങളിലൂടെ നമുക്ക് അവരെ ഇതിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ഒന്നാമതായി, അവരെ നാണയങ്ങളും നോട്ടുകളും തിരിച്ചറിയാൻ പഠിപ്പിക്കുക. ഓരോ നാണയത്തിനും നോട്ടിനും അതിൻ്റെതായ മൂല്യമുണ്ടെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. രണ്ടാമതായി, ഒരു പിഗി ബാങ്ക് ഉപയോഗിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക, അതായത് കുടുക്ക പോലുള്ളവ. അവർക്ക് കിട്ടുന്ന ചെറിയ തുകകളോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ചെറിയ പോക്കറ്റ് മണിയോ അതിലിടാൻ പറയുക. ഇത് സമ്പാദ്യത്തിന്റെ പ്രാധാന്യം അവരെ പഠിപ്പിക്കും. മൂന്നാമതായി, കടയിൽ പോകുമ്പോൾ സാധനങ്ങളുടെ വിലകളെക്കുറിച്ച് സംസാരിക്കുക. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ പണം കൊടുക്കണമെന്നവരെ മനസ്സിലാക്കുക. നോക്കൂ, ഈ കളിപ്പാട്ടത്തിന് ഇത്ര രൂപയാണെന്ന് പറയുമ്പോൾ പണത്തിൻ്റെ ഒരു ഏകദേശ ധാരണ അവർക്ക് ലഭിക്കും. ഇനി 6 മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എങ്ങനെ സാമ്പത്തികപരമായ കാര്യങ്ങൾ പഠിപ്പിക്കാമെന്ന് നോക്കാം. ഈ പ്രായത്തിൽ അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ടാകും. ഒന്നാമതായി, ചെറിയ ജോലികൾക്ക് ഒരു നിശ്ചിത തുക അലവൻസായി നൽകുക. ഇത് ജോലി ചെയ്യുന്നതിലൂടെയാണ് പണം ലഭിക്കുന്നത് എന്ന ചിന്ത അവരിൽ വളർത്തും. എന്നാൽ ഇത് നിർബന്ധമായും നൽകണമെന്ന രീതിയിൽ ആകരുത്. ഉത്തരവാദിത്തം പഠിപ്പിക്കുക എന്നതും ഇതിൻ്റെ ലക്ഷ്യമാണ്. രണ്ടാമതായി, ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം അവരെ പഠിപ്പിക്കുക. അവർക്കൊരു കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞാൽ അത് അവർക്ക് അത്യാവശ്യമാണോ അതോ വെറും ഒരു ആഗ്രഹമാണോ എന്ന് ചോദിക്കുക. വില കുറഞ്ഞതും ഗുണമേന്മയുള്ളതുമായ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. മൂന്നാമതായി, ഒരു ചെറിയ ലക്ഷ്യം വെച്ച് പണം സമ്പാദിക്കാൻ അവരെ സഹായിക്കുക. അവർക്കൊരു പ്രത്യേക കളിപ്പാട്ടമോ പുസ്തകമോ വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി എങ്ങനെ പണം സ്വരുക്കൂട്ടാമെന്ന് അവരെ പഠിപ്പിക്കുക. ഇത് ലക്ഷ്യം വെക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനുമുള്ള ഒരു നല്ല ശീലമാണ്. 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടി ഗൗരവമായ സാമ്പത്തികപരമായ കാര്യങ്ങൾ പഠിപ്പിക്കാവുന്നതാണ്. ഒന്നാമതായി, അവരെ ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കുവാൻ സഹായിക്കുക. പണം നിക്ഷേപിക്കുന്നതിനും പിൻവലിക്കുന്നതിനും ഒക്കെയുള്ള നടപടിക്രമങ്ങൾ അവരെ പഠിപ്പിക്കുക. പലിശയെക്കുറിച്ചും മറ്റ് ബാങ്കിംഗ് സേവനങ്ങളെക്കുറിച്ചും ലളിതമായി വിശദീകരിക്കുക. രണ്ടാമതായി, ഒരു ലളിതമായ ബഡ്ജറ്റ് ഉണ്ടാക്കുവാൻ അവരെ പഠിപ്പിക്കുക. ചെറിയ വരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പ്രധാന ചെലവുകൾ എന്നിവയെക്കുറിച്ചൊരു ധാരണയുണ്ടാക്കുവാൻ ഇത് സഹായിക്കും. എവിടെയാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതെന്നും ഇത് അവരെ മനസ്സിലാക്കുവാൻ സഹായിക്കും. മൂന്നാമതായി, ഓൺലൈൻ പർച്ചേസിങ്ങിനെ കുറിച്ചും ഡിജിറ്റൽ പണമിടപാടുകളെക്കുറിച്ചും അവബോധം നൽകുക. സുരക്ഷിതമായി എങ്ങനെ ഓൺലൈൻ പണം കൈകാര്യം ചെയ്യാമെന്നതിനെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കുക. തട്ടിപ്പുകളെക്കുറിച്ചും വ്യാജ ഓഫറുകളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുക. ഇനി എല്ലാ പ്രായത്തിലുമുള്ള കുട്ടികളെ സാമ്പത്തിക കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പൊതുവായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. ഒന്നാമതായി, നിങ്ങളൊരു നല്ല മാതൃകയായിരിക്കുക. നിങ്ങളുടെ സാമ്പത്തികപരമായ ശീലങ്ങൾ നല്ലതാണെങ്കിൽ അത് കുട്ടികളെ സ്വാഭാവികമായും സ്വാധീനിക്കും. രണ്ടാമതായി, അവരുമായി പണത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കാനും അവരുടെ സംശയങ്ങൾ ചോദിച്ചറിയാനും അവയ്ക്ക് മറുപടി നൽകാനും ശ്രമിക്കുക. മൂന്നാമതായി, ക്ഷമയോടെയും സ്നേഹത്തോടെയും അവരെ പഠിപ്പിക്കുക. ഒരു ദിവസം കൊണ്ട് അവർക്കെല്ലാം മനസ്സിലാകണമെന്നില്ല. നാലാമതായി, ചെറിയ തെറ്റുകൾ വരുത്തിയാൽ അതിനെക്കുറിച്ച് ദേഷ്യപ്പെടാതെ അതൊരു പാഠമായി എടുക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കുട്ടികളെ സാമ്പത്തികപരമായി സാക്ഷരരാക്കുന്നതിലൂടെ അവരുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.